ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. നോൺ ആൽക്കഹോളിക് ആണ്. അപ്പോൾ ക്രിസ്മസ് ഒക്കെയല്ലേ, എല്ലാവരും പ്ലം കേക്ക് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്യുക. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. നമ്മളിവിടെ എടുക്കുന്നത് 1 കപ്പ് മൈദയാണ്. 250 ml കപ്പിൽ 1 കപ്പ് മൈദ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് 7 സ്പൈസസിൽ നിന്ന് ഒരു 1/2 ടീസ്പൂൺ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അരിച്ചെടുത്ത ശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി മറ്റൊരു ബൗളെടുത്ത് അതിലേക്ക് 100 ഗ്രാം ബട്ടറാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ച ബട്ടർ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി അത് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കി എടുത്ത ശേഷം 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 3 എഗ്ഗാണ്. അപ്പോൾ ഓരോ എഗ്ഗ് വീതം ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം. എല്ലാതും കൂടി നമ്മൾ ഒരുമിച്ചിട്ട് കൊടുക്കരുത്. 3 എണ്ണം ഓരോന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്ത് എടുത്തിട്ട് വരാം. എഗ്ഗ് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കാരമൽ സിറപ്പ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ കാരമൽ സിറപ്പ് ഉണ്ടാക്കിയത് 1/2 കപ്പ് പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തിട്ടാണ്. നിങ്ങളുടെ കയ്യിൽ കാരമലിൻ്റെ കളർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതാകുമ്പോൾ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പൊടിച്ച പഞ്ചസാര എടുക്കുമ്പോൾ 1 കപ്പ് പൊടിച്ച പഞ്ചസാര എടുക്കണം. ഇനി നമുക്കിതിലേക്ക് എസൻസുകൾ ചേർത്ത് കൊടുക്കാം. ഓറഞ്ച് എസൻസ്, പ്ലം എസൻസ്, വാനില എസൻസ്, ഇതെല്ലാം 1/2 ടീസ്പൂൺ വീതം മിക്സ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ജാമുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം, ഓപ്ഷനിലാണ്. എൻ്റെ കയ്യിൽ പൈനാപ്പിൾ ജാം ഉണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൽ അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം. അത് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കണം. ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഓറഞ്ച് ജ്യൂസിലാണ് നമ്മൾ സോക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ 1 ഗ്ലാസ് ഓറഞ്ച് ജ്യൂസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് അതിൽ ഓറഞ്ച് ജ്യൂസ് വറ്റുന്നത് വരെ നമ്മളൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒരുമിച്ചാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് സോക്ക് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നട്ട്സ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എങ്ങനെയായാലും അടിപൊളി ടേസ്റ്റാണ്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. ഞാനതിൽ നട്ട്സൊക്കെ എടുത്തപ്പോൾ 250 ml കപ്പിൽ 1 കപ്പ് നിറച്ചുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കൂടുന്നതിനനുസരിച്ച് കേക്കിൻ്റെ ടേസ്റ്റും കൂടും കേട്ടോ. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ബാറ്റർ നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സും വെച്ച് കൊടുത്തിട്ടുണ്ട്. 180 ഡിഗ്രിയിലാണ് നമ്മുടെ ഓവൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. 50 to 50 മിനിറ്റ് നമ്മൾ ബേക്ക് ചെയ്യാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ച് കുക്കായിട്ടില്ലെങ്കിൽ കുറച്ച് നേരം കൂടി വെച്ച് കൊടുത്താൽ മതി. ഇനി നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഒരിക്കലും നന്നായി ലൂസായി പോകാൻ പാടില്ല. എപ്പോഴും നല്ല കട്ടിയായിട്ട് തന്നെ ഇരിക്കണം. അങ്ങനെ ലൂസായി പോയി കഴിഞ്ഞാൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ പ്ലം കേക്ക് മുറിക്കുമ്പോൾ പൊടി പോലെ ആവുന്ന ആ ടെക്സ്ചർ കിട്ടില്ല. അപ്പോൾ എപ്പോഴും നമ്മുടെ ബാറ്റർ കട്ടിയായിട്ട് ഇരുന്നാലാണ് നമുക്ക് അതുപോലെ കേക്ക് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ എല്ലാവർക്കും മെറി ക്രിസ്മസ്.